ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്നൊരു മൂവിയായിരുന്നു ക്യൂൻ എലിസബത്ത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഫിലിം കാത്തിരിക്കാൻ കാരണമെന്ന് ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന നരേനായാലും മീര യാസ്മിൻ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പാണ്. അവർ അഭിനയിച്ച പടങ്ങൾ, അവരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് കൈയടിച്ചുള്ളതാണ്. കാരണം രണ്ടുപേരും വരെ ബോൾഡായിട്ട് ക്യാരക്ടർ ചെയ്യുന്നതാണ്. നല്ല ക്യാരക്ടേഴ്സാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ നമ്മൾ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഭയങ്കര പക്വതയോടെ ചെയ്യാൻ കഴിവുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. മീര യാസ്മിൻ്റെ ഒരുപാട് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുണ്ട്. രസതന്ത്രം, കസ്തൂരിമാൻ, ഒരു മാധവനായിട്ടുള്ള ആയുധെഴുത്ത്, റണ്ണ്, ഒരുപാട് പടങ്ങൾ ക്യാരക്ടർ റോളുകൾ അതിശക്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നടി കൂടിയാണ്. സ്വപ്നക്കൂട്, ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം അത്രയും സ്കിൽഡ് ആയിട്ടുള്ളൊരു നടിയാണ്. അത്രയും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കഴിവുള്ളൊരു നടിയാണ്. നരേനയിൽ അറിയാം. നരേന ശരിക്കും നമ്മുടെ മലയാള ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ പറയും. കാരണം അത്രയും കഴിവുള്ളൊരു നടനാണ്. ആൾ ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം. അച്ചുവിൻ്റെ അമ്മ, മിന്നാമിന്നിക്കൂട്ടം, ഒരുപാട് തമിഴിലായാലൊക്കെ. അപ്പോൾ അത്രയും കഴിവുള്ള നടനാണ്. നമ്മുടെ ഇൻഡസ്ട്രി അവര് നമ്മളെ നരനെ ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടി പിന്നെ എം പത്മകുമാർ, ആളൊരു സംവിധാനം നമുക്കറിയാം. ആളെ ശിക്കാർ, വാസ്തവൻ, ജോസഫ്, ലാസ്റ്റ് ഇറങ്ങിയൊക്കെ ഒക്കെ നല്ല ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്പിൽ പടം ചെയ്യുന്ന ആളാണ്. ത്രില്ലർ ആയാലും അമ്മക്കിളിക്കൂട് പോലത്തെ പടങ്ങളും ചെയ്തിട്ടുണ്ട്. ജോസഫ് ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പ്രേക്ഷകനെ നമുക്ക് എങ്ങനെ എൻ്റർടൈൻ ചെയ്യാന്നുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ആളുടെ ഒരു ഫിലിമൊക്കെ ആയിട്ട് വളരെ പ്രതീക്ഷയിൽ ഇന്നലെ സെക്കൻഡ് ഷോ ആണ് നമ്മൾ ലുലു എന്നാണ് പടം കാണുന്നത്, PVR എന്ന്. ഏകദേശം ആ പടത്തിന് ആളുകളൊക്കെ ഉണ്ടായത്. കാരണം മീര യാസ്മിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം മീര യാസ്മിനെ മെയിൻ ക്യാരക്ടർ എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ നരനായാലും ശരി, ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പടം ഹൗസ്ഫുള്ളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പടം കഴിഞ്ഞ് ഇറങ്ങി എനിക്കൊരു ഭയങ്കര നിരാശയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രതീക്ഷ മാനോളായിരുന്നു. അല്ല, ട്രെയിലറൊക്കെ കണ്ട സമയത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇവർ നമ്മളുള്ള കോമഡി സീനുകളും കോമഡിയും കാര്യങ്ങളൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കഥയൊരു പാറ്റേൺ മനസ്സിലായിരുന്നു. അപ്പോൾ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് നമ്മൾ ഫിലിം കണ്ടതൊക്കെ. പക്ഷെ സ്ക്രിപ്റ്റിന്റെ ഭയങ്കര അപാകതയാണ് ഈ പടത്തിന്റെ തോൽവിക്ക് കാരണം എന്ന് ഞാൻ പറയും. പിന്നെ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവരും സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടൊക്കെ തുടങ്ങുന്നു. ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട സീനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞത് ഫ്ലാഷ് ബാക്കിൽ പടം തുടങ്ങിയിട്ട് പിന്നെ കൊണ്ടുപോകുന്ന രീതിയിൽ കണക്ട് ആവാൻ കുറേ ടൈം എടുത്തു. ഇന്റർവെൽ വരെ ഇങ്ങനെ ഇപ്പൊ ശരിയാവെന്ന് വെച്ചിട്ട് പോയി. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം വളരെ എന്താ പറയാ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പോയി. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നരന്റെ നല്ല പെർഫോമൻസുകളുണ്ട്. ഒന്ന് രണ്ട് സീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കുറെ പൊട്ടിച്ചിരിച്ച ആ സീന്. അതുപോലെ മീര യാസ്മിൻ ചില സമയത്തൊക്കെ ഗംഭീര അഭിനയം, ചില സമയത്ത് ആൾ അഭിനയം മറന്നുപോയി എന്നൊരു ഫീല് വരെ തോന്നി. അതുപോലെ ശ്വേതാമേനൻ ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അത് ആള് പറയുന്ന സംഭവം അത് വ്യക്തമായിട്ട് കൊണ്ടുവരാൻ അത് പറ്റിയില്ല. പ്രത്യേകിച്ച് അത് ക്ലൈമാക്സിലാണ്. അതാണ് ഒരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു പിന്നെ അതുപോലെ തന്നെ ശ്വേതാമേനോൻ, ജോണി ആന്റണി, രഞ്ജി പണിക്കര്, പിന്നെ നീന കുറുപ്പ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉള്ള സ്പേസുകളൊക്കെ ക്യാരക്ടറൊക്കെ പെർഫോമൻസ് ഒന്നും വലിയ മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പടം മൊത്തത്തിൽ 2 മണിക്കൂറുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഭയങ്കര ലൈഫിൽ വ്യക്തമായ പ്ലാനിങ്ങും ഭയങ്കര സ്ട്രിക്ട്ലി പോകുന്ന ആളാണ്. ഭയങ്കര നീറ്റ്നെസ്, ഹൈജീനിക്കായ ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ആർക്കിടെക്ട്, ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയിൽ അതിന്റെ മെയിൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. ഭയങ്കര എംപ്ലോയീസിനൊക്കെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. ഭയങ്കര പ്രതികരണ ശേഷിക്കുള്ള ഒരാളാണ്. ആളെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അത്. ആളെ ക്യാരക്ടർ മൊത്തം മാറുകയാണ് ആ ഇൻസിഡന്റ് ആൾ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ആളെല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, നല്ല ഒരു ആളാകുന്നു. അവസാനം ക്ലൈമാക്സിൽ നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കോമഡി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മരണം, നമ്മൾ എന്തായാലും ഒരു രോഗം വന്നിട്ട് മരിക്കുന്ന ഉറപ്പാണ്. 3 months അല്ലെങ്കിൽ 6 months നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പിന്നെ ചെയ്യാനുള്ള എന്താ, സമൂഹത്തിൽ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുക, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 100% ഫുൾഫിൽ ചെയ്യുക, എൻജോയ് ചെയ്യുക, എന്റർടൈൻ ചെയ്യുക, ട്രാവൽ ചെയ്യുക, ആർമാദിക്കുക, ആഹ്ലാദിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് വരിക. ചാരിറ്റി ചെയ്യുക, കാശുണ്ട് എന്നുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ വേട്ടാ. നിങ്ങൾ കുറേ പൈസയുണ്ട്, നിങ്ങൾ 6 മാസം കഴിഞ്ഞാൽ മരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മളെങ്ങനത്തെ നമുക്ക് കിട്ടാവുന്ന എക്സ്പീരിയൻസ്, എല്ലാ അനുഭവങ്ങളും എക്സ്പീരിയൻസ്, ഈവൻ എല്ലാം നമുക്ക് ലൈഫിൽ എന്റർടൈൻ ചെയ്യുന്ന, സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും എന്റർടൈൻ ചെയ്യും. അതൊരു മനുഷ്യന്റെ ഒരു 90% ആളുകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിലേക്ക് തന്നെ എല്ലാവരും എത്തും. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ കണക്ട് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ.
അപ്പോൾ ഫിലിമിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ വേറെ വിഷയത്തിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഒരു ഫിലിമിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ മീര യാസ്മിനും ഇവരെ കോംബോ നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങോ വാനോളായിരുന്നു. അതും ഒരു നെഗറ്റീവാണ്. ഒരു പക്ഷേ ഈ പടം ഫാമിലി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടാം, കാരണം ഒരു ഏജ്ഡ് ആയ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടാം, കുറച്ച് ഫീൽ ഗുഡൊക്കെ കൊണ്ടുവരാൻ ആ രീതിയിൽ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ വർഷം 220 സിനിമ കണ്ടതിൽ ഇങ്ങനത്തെ കുറേ സബ്ജക്റ്റുകൾ കഴിഞ്ഞ വർഷം തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചത് വലിയ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടാണല്ലോ. നമ്മളിപ്പോൾ ഒരു നല്ല സംവിധായകൻ, നമുക്ക് ഇഷ്ടപ്പെട്ട നായകനും നായിക ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ലേ? അപ്പോൾ ആ രീതിയിൽ എനിക്ക് വളരെ നിരാശ കിട്ടിയത്. എന്തായാലും ഒരു പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ഓരോരുത്തർക്ക് ഓരോ പേഴ്സണൽ അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞ പല പടങ്ങളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, തിരിച്ചെനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രതീക്ഷ വാനോളായിരുന്നു, അതുകൊണ്ടായിരിക്കാം. എനിവേ, നിങ്ങൾ പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2023 ഒരുപാട് പടങ്ങൾ ഇറങ്ങി, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട പടങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നാളെ മറ്റന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് അടുത്തൊരു വർഷം വരട്ടെ. എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ലൈഫിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.